ഷൈൻ ടോം ചാക്കോമാരും പൃഥ്വിരാജന്മാരും കേരള യുവതയുടെ റോൾ മോഡലുകളാവുമ്പോൾ ഇത്തരത്തിൽ തലക്കെട്ടോടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടു. ശക്തികുമാർ എന്നോ മറ്റോ ആണ് ഈ പ്രൊഫൈലിൻ്റെ പേര്. ശക്തികുമാർ എന്ന ഒരാളുടെ കുറിപ്പാണിത്. വളരെ ഭയാനകമായൊരു ട്രൂ സ്റ്റോറിയാണ് ഞാൻ താഴെ വിവരിക്കുന്നത് എന്നാണ് ആ കുറിപ്പിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അതിനു മുൻപ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ മാതാപിതാക്കൾക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കണം. ആ മാറ്റങ്ങൾ തുടക്കത്തിൽ മനസ്സിലായാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ കുറിപ്പ് വായിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളാണ്. മാതാപിതാക്കൾ വായിച്ച് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നവും വരാതെ സംരക്ഷിക്കുകയല്ല ഈ കുറിപ്പിലൂടെ വേണ്ടത് എന്ന് ഞാൻ പറയും. വേണ്ടത് ഈ കുറിപ്പിലൂടെ നമ്മുടെ കുടുംബങ്ങളിലെ ഓരോ കുഞ്ഞുങ്ങളും മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. അച്ഛനമ്മമാരുടെ മനസ്സ് അത് വളരെ മനോഹരമായിട്ടാണ് ശക്തികുമാർ എന്ന ഈ വ്യക്തി ഈ കുറിപ്പിൽ വിവരിച്ചിരിക്കുന്നത്. എന്തായാലും ആ കുറിപ്പ് വായിക്കാം. കുടുംബത്തിൻ്റെ സ്വകാര്യത മാനിച്ച് അല്പസ്വല്പം മാറ്റങ്ങൾ ഈ ട്രൂ സ്റ്റോറിയിൽ വരുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം മുൻകൂറായി പറയുന്നു. കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെ: വളരെ കാലത്തിന് ശേഷമാണ് പഴയ സഹപാഠിയും മറ്റൊരു അമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്ന സഹോദരനുമായ മിത്രത്തെ കാണാൻ പോയത്. എന്തുകൊണ്ടോ അദ്ദേഹം മറ്റുള്ളവരിൽ നിന്നൊക്കെ അകന്നായിരുന്നു ജീവിച്ചിരുന്നത്. പ്രതീക്ഷിക്കാതെ കിട്ടിയ ഉയർന്ന ജോലിയും നല്ല ജീവിത സാഹചര്യങ്ങളും ഒക്കെയാണ് കാരണം എന്നാണ് ചിലരെങ്കിലും പറഞ്ഞു കേട്ടത്. 6 മാസം മുൻപ് മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് യാദൃച്ഛികമായി പുള്ളിയെയും ഭാര്യയെയും വളരെ കാലത്തിന് ശേഷം കണ്ടത്. പഴയതും പുതിയതും ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഫോൺ നമ്പറൊക്കെ വാങ്ങി പിരിഞ്ഞു. തിരക്കുകൊണ്ടാവണം അതിനുശേഷം എനിക്ക് അദ്ദേഹത്തെ വിളിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ പുള്ളിയുടെ കോൾ. ഒന്ന് കാണണമെന്നുണ്ട്, വീട്ടിലേക്ക് വരാമോ എന്നൊക്കെ ചോദിച്ചു. അയാളുടെ വീട്ടിൽ ഞാൻ ഒരുപാട് ദിവസം ഉറങ്ങിയിട്ടുണ്ട്. അവിടുത്തെ അമ്മയുമായിട്ട് നല്ല അടുപ്പവുമുണ്ട്. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത്യാവശ്യമൊന്നുമില്ല, കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് മാത്രം പറഞ്ഞു. അടുത്ത ഞായറാഴ്ച രാവിലെ തന്നെ ഞാൻ അയാളുടെ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് ഗുരുതരമല്ലാത്ത എന്നാൽ സാരമായി പൊള്ളലേറ്റ് കിടപ്പിലായ അമ്മയാണ്. എങ്ങനെ പറ്റി എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി പറയാതെ എൻ്റെ മുഖത്തേക്ക് നോക്കി ആൾ കരയാൻ തുടങ്ങി. എന്തോ പന്തികേടുണ്ട് എന്ന് തോന്നിയെങ്കിലും അയാളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഒന്നും ചോദിക്കാതെ വെറുതെ ഇരുന്നു. ആ ഇരിപ്പ് ഏകദേശം ഒരു 20 മിനിറ്റ് തുടർന്ന് കാണണം. കണ്ണിൽ നിന്നും കണ്ണീരല്ലാതെ പുള്ളി ഒന്നും പറഞ്ഞില്ല, ഞാനൊട്ട് ചോദിച്ചതുമില്ല. കുറച്ച് സമയം കഴിഞ്ഞ് മുകളിലത്തെ നിലയിൽ നിന്നും 6 അടിയിലേറെ ഉയരമുള്ള അത്യാവശ്യം ഭാരവുമുള്ള ഒരു ചെറുപ്പക്കാരൻ താഴേക്ക് ഇറങ്ങി വരുന്നു. അത് അയാളുടെ മകനാണ്. ആ കുട്ടിയെ ഞാൻ 5 വയസ്സുള്ളപ്പോഴോ മറ്റോ കണ്ടതാണ്. ഫിനാൻഷ്യൽ പ്രോസ്പെറിറ്റി കൊണ്ടാവും കേവലം 18 വയസ്സുകാരനായ ആ കുട്ടിക്ക് തൻ്റെ മാതാപിതാക്കളെക്കാൾ പൊക്കവും തൂക്കവും ഒക്കെയുണ്ട്. അലക്ഷ്യമായ മുടിയും മുഷിഞ്ഞ വേഷവും. മകൻ പോയി കഴിഞ്ഞപ്പോൾ അയാൾ സംസാരിച്ചു തുടങ്ങി. എൻ്റെ അമ്മയ്ക്ക് പൊള്ളലേറ്റതല്ല, മകൻ കത്തിച്ചതാണ്. പെട്ടെന്നുണ്ടായ ഷോക്ക് പുറത്തു കാണിക്കാതെ ഞാൻ നിശബ്ദനായിരുന്നു. അദ്ദേഹം തുടർന്നു: ഒന്നിനും ഒരു കുറവ് വരുത്താതെയാണ് ഞങ്ങൾ ഇവനെ വളർത്തിയത്. ഇവന് താഴെ 3 വയസ്സിന് ഇളപ്പമുള്ള ഒരു പെൺകുട്ടിയുമുണ്ട്. ആദ്യത്തെ കുട്ടിയായതുകൊണ്ട് അല്പം സ്നേഹവും വാത്സല്യവും ഒക്കെ അളവിൽ കൂടുതൽ കൊടുത്തു. വളരെ നല്ല കുഞ്ഞായിരുന്നു. പ്രായത്തിൽ കൂടുതൽ ശരീര വളർച്ച ഉള്ളതുകൊണ്ടാകണം അവനേക്കാൾ പ്രായമുള്ള കൂട്ടുകാരും അവനുണ്ടായി. അങ്ങനെ തിരുവനന്തപുരത്ത് പട്ടം സെൻറ് മേരീസ് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവന് ചില മാറ്റങ്ങൾ ഉണ്ടായത്. കഥകുള്ളിൽ നിന്നും കുറ്റിയിടുന്ന പുതിയ രീതി പ്രത്യക്ഷപ്പെട്ടു. കഥക് തുറന്നിടാൻ ആരെങ്കിലും പറഞ്ഞാൽ നീരസം കാണിക്കുകയും ചെയ്യാൻ തുടങ്ങി. ഒറ്റ നോട്ടത്തിൽ തന്നെ അത്ര പന്തിയല്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള ചില കൂട്ടുകാരൊക്കെ അവനെ കാണാൻ വരാൻ തുടങ്ങി. വരുന്നവർ വീട്ടിൽ കയറാതെ അല്പം മാറി നിന്ന് ഇവനുമായി സംസാരിച്ചിട്ടാണ് പോകാറ്. മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഓഫീസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയം മുറിക്കകത്ത് തകർന്നു കിടക്കുന്ന വാഷ് ബേസിൻ കണ്ടു. ചോദിച്ചപ്പോൾ എങ്ങനെയോ വീണതാണ് എന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ പോലും അന്ന് മറ്റൊന്നും വിട്ടു പറഞ്ഞില്ല. എങ്കിലും വീട്ടിലെ മറ്റംഗങ്ങളുടെ മുഖഭാവത്തിൽ നിന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായി എനിക്ക് തോന്നി. മകനോട് ഇതേപ്പറ്റി സംസാരിച്ചപ്പോഴാണ് അവനുള്ള വ്യത്യാസങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത്. വളരെ അസഹിഷ്ണുതയോടുകൂടി ഞാൻ പറയുന്ന കാര്യങ്ങളെ കേൾക്കുകയും വെറുതെ ഉപദേശിക്കാൻ വരണ്ട, എനിക്ക് അതൊക്കെ അറിയാമെന്ന് ഉച്ചത്തിൽ അലറുകയും ഒക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തു. തുടർന്ന് ഇവൻ കുളിമുറിയിൽ പോയി നേരം നോക്കി ഞാൻ ഇവൻ്റെ ഫോൺ പരിശോധിക്കുകയും അവൻ MDMA സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും അതിൻ്റെ ഇടപാട് നടത്തുകയും ചെയ്യുന്ന വ്യക്തിയും ആണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. 3 തവണ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോവുകയും 5 തവണ കൗൺസിലിംഗ് നടത്തുകയും ചെയ്തു. വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഒരു ദിവസം അവൻ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട്, അച്ഛാ, എനിക്കിതൊക്കെ നിർത്താനാവുന്നില്ല, എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കൂ എന്ന് പറഞ്ഞു. അവനെ ചികിത്സിച്ച ഡോക്ടർ പോലും കൈമലർത്തി. ഒപ്പം അവൻ അപകടകാരിയാണ്, സൂക്ഷിക്കണം എന്നുള്ള നിർദ്ദേശവും. 4 ദിവസം മുൻപ് എന്തോ നിസ്സാര കാര്യത്തിന് വഴക്കിട്ടിട്ടാണ് അടുക്കളയിൽ നിൽക്കുകയായിരുന്ന എൻ്റെ അമ്മയുടെ സാരിയിൽ തീ പടർത്തിയത്. അതിനുശേഷം പൊട്ടിക്കരഞ്ഞ അവന് ചെയ്ത പ്രവൃത്തി തെറ്റാണെന്ന് മനസ്സിലായെങ്കിലും MDMA ഉപയോഗം നിർത്താനോ അതിൽ നിന്ന് പുറത്തു വരാനോ കഴിയുന്നില്ല. ഇപ്പോൾ അവൻ്റെ മരണമാണ് ഞങ്ങളുടെ കുടുംബം ആഗ്രഹിക്കുന്നത്. MDMAയുടെ ഉപയോഗത്തിലൂടെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഒരു ജീവിതത്തിൽ ഉണ്ടാവുക. ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാറി വരാൻ ഒരു കൗൺസിലിങ്ങിന് പോകാം എന്ന് വിചാരിച്ചാൽ പോലും
ഒരിക്കൽ പോലും ആ ജന്മത്തിൽ MDMA ഉപയോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ MDMA നശിപ്പിച്ച ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും വിട്ടുവരാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിലെ ഓരോ കുഞ്ഞും വായിച്ചിരിക്കേണ്ട ഒരു കുറിപ്പാണ് ഇത്. അച്ഛനമ്മമാർ അവർ എങ്ങനെയാണ് മക്കളെ സ്നേഹിക്കുന്നത്, അവരെങ്ങനെയാണ് ആ മക്കളെ തങ്ങളുടെ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അച്ഛനമ്മമാർക്ക് മക്കൾ കരുതലാകേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.